കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്ന് പരാതി. വോട്ട് ചെയ്യാനെത്തിയ അംഗങ്ങൾക്ക് അനധികൃതമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തതായിട്ടാണ് മത്സരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും തൃശൂർ ഈസ്റ്റ് പോലീസിനും നൽകിയ പരാതിയിൽ പറയുന്നത്. പോലീസുകാർ വ്യാജ കാർഡ് ഉന്നത ഉദ്യോഗസ്ഥന് കൈമാറുന്ന വീഡിയോ ദൃശ്യം തെളിവായി ഉണ്ടെന്നാണ് പരാതി. സെക്രട്ടേറിയറ്റിൽ പിടിപാടുള്ള പോലീസുകാരനെതിരെയാണ് ആരോപണം ഉയർന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായി കാർഡ് കൈമാറുകയും നിയമവിരുദ്ധമായി കാർഡ് കൈപ്പറ്റുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയെന്ന അവകാശവാദവുമായി സംസ്ഥാന നേതാവിന്റെ വാട്സപ്പ് സന്ദേശവും ചർച്ചകളിലുണ്ട്. എന്നാൽ 56,000-ത്തിലധികം അംഗങ്ങളുള്ള സംഘത്തിൽ വേണ്ടപ്പെട്ടവർക്കും സ്തുതിപാഠകർക്കും മാത്രം കാർഡ് വിതരണം ചെയ്ത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൻ വിജയമായി എന്ന അവകാശവാദത്തെ തള്ളുകയാണ് മറുവിഭാഗം. CPM നേതൃത്വത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലും രണ്ട് വിഭാഗങ്ങൾ പോലീസിൽ സജീവമാണ്. ചില ജില്ലകളിൽ പോലീസ് സഹകരണ സംഘങ്ങൾ കോൺഗ്രസ് അനുകൂലികൾ പിടിച്ചെടുത്തിരുന്നു. ഭരണത്തിലിരിക്കുന്ന പക്ഷത്തേക്ക് ചായുന്ന സ്വഭാവം ഈ പോലീസിനുള്ളിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. ഇതെല്ലാം സർക്കാരിനെതിരായ പോലീസ് സേനയിലെ അമർഷമായി വിലയിരുത്തപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് തൃശൂരിലെ പരാതിയും സജീവ ചർച്ചയാകുന്നത്. ഇടുക്കിയിലും സമാന ആരോപണം ഉയർന്നു. തിരിച്ചറിയൽ കാർഡിൽ സംഘത്തിന്റെ സെക്രട്ടറിയുടെ പേരിലുള്ള ഒപ്പ് തന്നെ പലതരത്തിലാണ്. സംഘത്തിൽ നിന്നും വിതരണം ചെയ്ത കാർഡുകൾ പ്രിന്റ് ചെയ്ത് നൽകിയപ്പോൾ കോഴിക്കോട് മേഖലകളിൽ എഴുതിയ കാർഡുകളാണ് നൽകിയത്. അനധികൃതമായി തയ്യാറാക്കിയ കാർഡുകളിൽ കടന്നുകൂടിയ തെറ്റുകൾ പിടിക്കപ്പെട്ടപ്പോൾ ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം കൊള്ളാമെന്ന വാദവും പരാതിക്കാർക്കുണ്ട്. ക്വാർട്ടേഴ്സിൽ താമസിച്ച് വർഷങ്ങളായി HRA വാങ്ങിയതും സീനിയോറിറ്റി മറികടന്ന് പ്രമോഷൻ വാങ്ങിയതുമൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നല്ലോ എന്ന ഒരു പരിഹാസവും ഉയരുന്നുണ്ട്. എന്തായാലും 56,000 വോട്ടുള്ള സഹകരണ സംഘത്തിൽ 20,000-ൽ താഴെ മാത്രമേ വോട്ട് ചെയ്തുള്ളൂവെന്നാണ് ഉയരുന്ന ആരോപണം. സംഘത്തിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും വിതരണം ചെയ്ത ID കാർഡ് ഉള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനാകൂ എന്നിരിക്കെ പലർക്കും ഇൻസ്റ്റന്റ് കാർഡുകൾ നൽകിയിരുന്നു. നിങ്ങൾ ജനാധിപത്യം നടപ്പിലാക്കിയത് ഇത്തരത്തിൽ അനധികൃതമായി ID കാർഡുകൾ നൽകി വോട്ട് രേഖപ്പെടുത്തി സംഘം ഭരണം നിലനിർത്താൻ സഹകരണ വകുപ്പിനെ കൂട്ടുപിടിച്ച് നടത്തിയ ശ്രമം ജനാധിപത്യ ദംസനമാണെന്നാണ് വിമത വിഭാഗം ഉയർത്തുന്ന നിലപാട്. തർക്കം ഉന്നയിച്ച കാർഡുകളിലെ ഒപ്പ് 6B രജിസ്റ്ററുമായി ഒത്തുനോക്കാൻ തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് എന്നതും ചർച്ചകളിലേക്ക് എത്തുന്നു. തൃശൂരിൽ ഒരു ഡെപ്യൂട്ടി കമാൻഡറിന് അനധികൃതമായി ID കാർഡ് നൽകുന്നതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. തൃശൂർ, ഇടുക്കി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. അംഗങ്ങൾക്ക് മുഴുവനും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അവസരം നൽകിയാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഭരണാനുകൂല സംഘടന അട്ടിമറി നടത്തുന്നതെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം. എന്തായാലും ആരോപണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായി കാർഡ് കൈമാറുകയും നിയമവിരുദ്ധമായി കാർഡ് കൈപ്പറ്റുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ഒരു പരാതിയിലും പറഞ്ഞിരിക്കുന്നത്.